ഗ്യാൻവാബി മസ്ജിദിൽ പൂജയ്ക്ക് അനുവാദം നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ഇന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവിടുത്തെ നിലവറയിൽ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് മസ്ജിദ് കമ്മിറ്റി എത്തുകയാണ്. ഇന്നിപ്പോൾ ആ ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം. മനു, തീർച്ചയായും നമുക്കറിയാം, അയോധ്യ വന്നു. അതിനുശേഷം ഇപ്പോൾ ഗ്യാൻവാബിയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് താജ്മഹലിലെ അടക്കം അവിടുത്തെ ഉറൂസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തുന്നത്. അത്തരത്തിൽ BJP അവരുടെ ഈ വർഗീയ വൽക്കരണം ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്തായാലും ഈ വാരണാസി ജില്ലാ കോടതിയാണ് ഈ ഗ്യാൻവാബി മസ്ജിദിൻ്റെ തെക്കേ വശത്തുള്ള നിലവറയിൽ ഇത്തരത്തിൽ പൂജ നടത്താനുള്ള ഒരു അനുമതി നൽകിയത്. അതിൽ 7 ദിവസത്തിനകം ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നായിരുന്നു കോടതി ഉത്തരവിട്ടതെങ്കിൽ 24 മണിക്കൂറിനകം അതിന് സൗകര്യങ്ങളൊക്കെ ഒരുക്കി അവിടെ പൂജ നടന്നു. അവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ അതിന് പിന്നാലെ നടക്കുകയൊക്കെ ഉണ്ടായി. ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് പൂജ നടത്തുന്നത് സ്റ്റേ ചെയ്യണം, അതുപോലെ തന്നെ ഇത്ര തിടുക്കപ്പെട്ട് അവിടെ പൂജ നടത്തിയതിനെയൊക്കെ മസ്ജിദ് കമ്മിറ്റി ചോദ്യം ചെയ്തിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ അന്ന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഈ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു. അതായത് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയത്, അതായത് ഇത്തരത്തിൽ നേരത്തെ ഈ തെക്കേ അലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകിയപ്പോൾ, അല്ലെങ്കിൽ പൂജ നടക്കുന്ന പ്രദേശം റിസീവർ ഭരണത്തിലേക്ക് നൽകിയ വാരണാസി ജില്ലാ കോടതിയുടെ മുൻ ഉത്തരവ് ഇത്തരത്തിൽ മസ്ജിദ് കമ്മിറ്റി ചോദ്യം ചെയ്തിരുന്നില്ല. ഇത് ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം പൂജയ്ക്കുള്ള അനുമതിയും ചോദ്യം ചെയ്യാനാവില്ലെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതിനാൽ ഇപ്പോഴത്തെ ഈ ഹർജി, അവർ കഴിഞ്ഞ ദിവസം നൽകിയ ഹർജി പരിഷ്കരിച്ച് നൽകാനായിരുന്നു അലഹബാദ് ഹൈക്കോടതി മസ്ജിദ് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചത്. അത് പരിഷ്കരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ വീണ്ടും അലഹബാദ് ഹൈക്കോടതിയിൽ മസ്ജിദ് കമ്മിറ്റി എത്തുകയും ഇന്നിപ്പോൾ ആ ഹർജി പരിഗണിക്കുകയുമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സംഘർഷ സാധ്യതയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ക്രമസമാധാന നില അവിടെ ശ്രദ്ധിക്കണമെന്ന് ഭരണകൂടത്തിന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പൂജ നടത്തരുത്, അല്ലെങ്കിൽ പൂജ നടത്തുന്ന സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയാണ് ഇന്നിപ്പോൾ അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കുക. ജിൽബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓക്കെ, താങ്ക് യു ജിൽബി.